ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ അങ്ങനെ വാങ്ങിയിട്ടില്ലാത്ത രണ്ട് ഫ്രൂട്ട്സുകൾ വാങ്ങിച്ചപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ പോത്തീസിൽ പോയിട്ടുള്ളപ്പോൾ കട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു മിക്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൽ ചെറിയ പീസൊക്കെ ഉണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. അതും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വെള്ള കളറാണ്. ഈ വാങ്ങിച്ച ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല റോസ് കളറാണ് അകഭാഗം. പിന്നെ മാംഗോസ്റ്റിനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ കഴിച്ചിട്ടേ ഇല്ലാത്തൊരു സാധനമാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്നും ആദ്യമായിട്ടാണ്. ആരൊക്കെയോ ചിലവി ഇതെങ്ങനെ പൊട്ടിക്കണം, ഇതെങ്ങനെ പൊട്ടിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിച്ചാത്തി എല്ലാം എടുക്കണമായിരുന്നു. ഞാൻ തൊലിച്ചപ്പോൾ ഇങ്ങനെ വന്നു. അയ്യേ, ഇതൊന്നും ഇങ്ങനെയുള്ള കേൾക്കുന്ന ഇതിനകത്തൊരു വെള്ള സാധനമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി തുറക്കാം. കണ്ടോ, ആദ്യം സൈഡൊക്കെ ഒന്ന് വൃത്തികേടായിട്ട് പോയെങ്കിലും അകം ഇതിലെ കൊക്കോക്കായിട്ട് എഴുതിയിരിക്കുന്നതിന് നല്ല സാധനം. ഇതൊരു വലുത് ഗമണ്ട. നേരത്തെ എനിക്ക് ചെറുതാണ് ഇത്. ഇത് അതിൻ്റെ ടേസ്റ്റാണെന്ന് അറിയാമോ? നമുക്കില്ല മുള്ളാത്തി എന്ന് പറയുമല്ലോ, അതിൽ കുരുവുണ്ട്, ഇതിൽ കുരുവില്ല. ചവച്ച് തിന്നാമോ? കുരുവൊന്നുമില്ല. ഇത് തിന്നാൻ മതി, നോക്കട്ടെ. അത് കഴിക്കുന്ന, അത് കൈ നേരത്തെ ഇങ്ങനെ വെച്ചാൽ കഴിക്കുന്ന. മാംഗോസ്, ഇതിൻ്റെ പേര് മാംഗോസ്റ്റിൻ അല്ലേ? മാംഗോസ്റ്റിൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടേസ്റ്റ് ചെയ്യുന്നത്. കൊള്ളാം. ഇന്ന് എത്ര രൂപ കിലോ? എത്ര രൂപയായാലും ശരിയാണ്, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള കിലോ ഒക്കെ കിട്ടണേ. അഴുകിയിടണമെന്ന് എനിക്ക് അഴുകിയിടമായി കൊടുക്കണം. അയക്കണമെങ്കിൽ കുഴപ്പമില്ല. ആ സ്ഥലം ഇങ്ങനെ ഇളകി കിടന്നിട്ട് പുഴുവൊന്നും ഇല്ലല്ലോ. ഇതിൽ കുരുവുണ്ട്. ഒറ്റ കുരി കാണുമല്ലേ? ഇത്തിരി കഴിച്ച് മാസമായ സ്ഥലം കഴിക്കുന്നു. കൊള്ളാം, സാധനം കൊള്ളാം. വീട്ടിലിടണം വാങ്ങിച്ച് നടണം. ഇത് നിങ്ങൾ മുമ്പ് കഴിച്ചിട്ടില്ലല്ലേ? കഴിച്ചിട്ടില്ലേ? എന്തിനാണ് സംഭവം? ഇത് അങ്ങനെ പൊളിക്കണ്ട, നടുക്ക് ഇങ്ങനെ പുളർന്നെടുത്താണ്. അങ്ങനെ രണ്ടാക്കിയെടുത്താണ്. അതല്ല തിന്നേണ്ട, ഈ വെള്ള കളർ സാധനമാണ് തിന്നുക. പിന്നെ വെള്ളയിൽ എന്തായിരിക്കും? കൊള്ളൂലേ? ഒന്ന് തിന്നപ്പോൾ കൊള്ളാം. പറ സ്പീഡ് വരുന്നു. പറ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ, ഗസ് ചെയ്. ഊഹിച്ച് പറയാൻ, ഗസ് ചെയ്യാൻ. നിങ്ങളതിൻ്റെ തോടും കൂടെ തിന്നാതെ അത് കഴിക്കും. മാംഗോസ്റ്റിൻ എന്തിനാണ്? മാംഗോസ്റ്റിനല്ല, മാംഗോസ്റ്റിൻ. അത് കഴിക്കണ്ട. എൻ്റെ കയ്യിൽ ഒരെണ്ണം അഴുകിയതുണ്ടായിരുന്നു, അല്ലാതെ നല്ലതായിരുന്നു. ഓ, ഞാൻ നടണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരെണ്ണം മാറ്റി വെച്ചായിരുന്നു. അതങ്ങ് അടുക്കളയിരിക്കും. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു സൈഡ് ചീത്ത ചെയ്തണം, അതുകൊണ്ട് ഇതങ്ങ് എടുക്കാം. ഓ, പട്ടിയൊക്കെ അവിടെ ഉണ്ട്. ഇങ്ങനെ ഉരിച്ചെടുക്കുന്നതാണ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത്. ആയി, ഇതള് ഉരിഞ്ഞു വരുന്ന കണക്ക് വരും. നീ ഇതിങ്ങനെ പൊളിച്ച് കഴിച്ചിട്ടില്ല. ഇതിലെ കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല ഇട്ടിയാണ് കൈ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ.
എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. ഇത് ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്, ഒരുപാട് തവണയൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ സ്ഥലമുണ്ടല്ലോ, ചീത്തയ സ്ഥലം, നമുക്ക് കോരി വൃത്തിയായി കളയാം. കണ്ടോ, ഞാൻ കട്ട് ചെയ്തോളാം ഈ സ്ഥലം. ഡ്രാഗൺ ഫ്രൂട്ടിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാണ് വായിച്ചേ. ഇത്ര വില പറയണ്ടായിരുന്നു. ഞാനൊന്ന് കടിച്ച് കഴിക്കണം, കണ്ടിട്ടൊക്കെ കടിച്ച് കഴിക്കാൻ തോന്നുന്നു. പിന്നെ നിറവെ കാണുമ്പോൾ നമുക്ക് കടിച്ചൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇതൊന്ന് ഐസ്ക്രീം പോലെ കോരി കഴിക്കാം. വാവ്, എൻ്റെ കളർ കാണുമ്പോഴാണ് ആക്രാന്തം. കഴിച്ച് കഴിയുമ്പോൾ തീരുമായിരിക്കും. ഞാൻ കഴിക്കുന്നു കേട്ടാ, കൊതിയിടൂലല്ലോ. നിന്റെ അടുത്താണ്. കുടുംബശ്രീ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതാണേ ഞാൻ പോയിട്ടുണ്ട്. കുടുംബശ്രീ കഴിച്ചപ്പോൾ ഒന്നുകൂടെ കഴിക്കണമെന്ന് തോന്നിയൊന്നുമില്ല. പക്ഷേ ഞാനൊന്നുകൂടെ കഴിക്കാം. കഴിച്ചിട്ട് പോണേ. ഞാനേ ഓർമ്മിച്ചില്ല, പിന്നെ എങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്നു? ഇത് പ്രത്യേകിച്ച് പറയാനുള്ള ടേസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ മോശമായിട്ടുള്ള ടേസ്റ്റ് ആണെന്ന് വെച്ചാൽ മോശമായിട്ടുള്ള ടേസ്റ്റും ഇല്ല. കഴിക്കണമെന്ന് ചോദിച്ചാൽ ഉണ്ടാ, ഇത് തിന്നാമോ? ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റാണ്. പിന്നെ ഇടയ്ക്ക് കുരുകൾ കടിക്കാൻ കിട്ടുന്നതിന് കൊള്ളാമോ? അത്ര കഷ്ടപ്പെട്ട് തിന്നുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും സാധനമൊക്കെ വതയ്ക്കുമ്പോൾ തിന്നണമെന്ന് തോന്നുന്നെങ്കിൽ മുമ്പെയൊക്കെ കാണിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ കഴിച്ചു വരുമ്പോൾ ഇടയ്ക്കൊരു ടേസ്റ്റ് കൊള്ളാം. ഇത് പഴുത്തതാണെന്നാണെന്ന് അറിയാൻ വയ്യ. ഇടയ്ക്കൊരു ടേസ്റ്റ് കൊള്ളാം. വീഡിയോഗ്രാഫറെ കൂടെ എത്തി കൊടുത്തു നോക്കാം. ഇതിപുല കഴിച്ചിട്ട് ബാക്കി വേണമെങ്കിൽ തരാം. ഇഷ്ടമായി ഇവിടെ ഇങ്ങോട്ട് നാക്കിട്ടിയാണ്. ഹായ്, എൻ്റെ നാക്ക് കളറായ നാക്കിട്ട കളറാക്കണമെന്നുണ്ടെങ്കിൽ ഇത് തിന്നാൽ. ഒരു കാര്യം പറയാം, ഇവിടെ എന്താണ് ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ചൊന്നുമല്ല, നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് ഓർമ്മയില്ല. എന്നാലും വലിയ ടേസ്റ്റ് ഒന്നും അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഈ കളർ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ വെള്ളയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. കയ്യിലൊക്കെ കളർ ഒഴിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരുമാതിരി വെള്ളത്തിലുള്ള എന്തൊരു സാധനം ഇങ്ങനെ കഴിക്കുമ്പോൾ പോകണമെന്നൊക്കെ ഇങ്ങനെ തോന്നും. ഐസ്ക്രീം മോഡലിലൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല. ഞാനങ്ങനെ കുറച്ച് പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഇതിനെ ഈ രൂപത്തിലാക്കി ഷേക്ക് എന്നൊക്കെ പറയുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഇതൊന്ന് കുടിച്ചു നോക്കാം. ഞാൻ കുടിച്ചു നോക്കില്ല, കുടിച്ചു നോക്കാം. ഈ രീതിയിൽ കുടിക്കാൻ പറ്റുന്നത്. അയ്യോ, ഇതിനേക്കാൾ എനിക്ക് മറ്റേതാണ് ഇഷ്ടപ്പെട്ട. ഇതിനെക്കൊണ്ട് ആകെ ഒരു ഉപയോഗം തരണം, നമ്മളെ നാക്ക് നന്നായിട്ട് രഹസ്യമുള്ള മൈൻഡെന്നുള്ള മാത്രമുണ്ട്. അല്ലാതെ ഇതിന് വേറെ ഗുണങ്ങളൊക്കെ കാണുമായിരിക്കും. എനിക്കെന്തോ ഇത് അല്ലാതെ തിന്നാൻ കുറച്ചുകൂടെ കൊള്ളായിരുന്നു തോന്നുന്നു. ഇത് ഞാൻ പാലും പഞ്ചസാര വലുതായിട്ടില്ല, ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര. ഈ ശബ്ദം കേൾക്കുന്ന അപ്പുറത്ത് മരം മുറിക്കുന്നു, അതിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നമുക്കുണ്ട്. അത് നമ്മൾ കാര്യമാക്കണ്ട. കണ്ടില്ലേ, ഞാൻ എപ്പോൾ വീഡിയോ ചെയ്താലും ഒന്ന് ഈ കറണ്ടും അല്ലെങ്കിൽ ഇതിനകത്തുള്ള എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ പരിസരത്തൊക്കെ കാണും. എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിൻ്റെ അവസ്ഥ ഈ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഇതിനേക്കാൾ എനിക്ക് ഡയറക്റ്റ് കഴിക്കാനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇത് കാണുമ്പോൾ ഒരു കൊതി വരുന്നുണ്ട്, ഇതിൻ്റെ കളർ ഇതൊക്കെ വെച്ചിട്ടേ. പക്ഷേ വേണ്ട, ആർക്കും വേണ്ട, എനിക്ക് തീരെ വേണ്ട.
അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ച ആൾക്ക് അതിൻ്റെ വിഷമം എന്തായാലും കാണും. മൊത്തം അങ്ങ് കുടിച്ച് തീർത്ത്. ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. മൂക്കിലൊക്കെ ഇരിക്കുന്നു. കുറച്ച് മുമ്പ് ഇതല്ലല്ലേ പറഞ്ഞത്, കുടിച്ചപ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളം ചേർത്ത് കലക്കി തരാനല്ലേ പറഞ്ഞത്. നല്ലോണം കലക്കി. ഒരു ഗ്ലാസ് കൂടെ എടുക്കട്ടെ മോനെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ എടുക്കാണെന്ന് എല്ലാവർക്കും ബൈ ബൈ.